ഞങ്ങളെ ചാരത്തും ദൂരത്തുമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കറവൂർ ദേശനിവാസികൾ ജാതി മത സഭാ വ്യത്യാസത്തിന് അപ്പുറമായി ഒരു സത്യതയോ ഉണ്ടെന്നും സത്യസുവിശേഷത്തിന് പ്രാധാന്യമുണ്ടെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ കാലങ്ങളൊക്കെ ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ള ഒത്തിരി ആത്മമിത്രങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ സ്ഥലത്ത് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ രക്ഷിച്ച യേശു കർത്താവിനെ പറ്റി യഥാർത്ഥ സമാധാനത്തിന്റെ വഴി, രക്ഷയുടെ വഴി ചില നിമിഷങ്ങൾ പങ്കുവെക്കുവാൻ സർവേശ്വരനാ ദൈവം തന്ന നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ പൊന്നല്ലൂർ സെന്റർ മൊത്തത്തിലായി ക്രമീകരിച്ചിരിക്കുന്ന സുവിശേഷ സന്ദേശ റാലി, ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലിയാണ് ഈ ജംഗ്ഷനിൽ ഇന്ന് രാവിലെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിനോടകം പല ജംഗ്ഷനിൽ ഞങ്ങൾക്ക് യേശു കർത്താവിനെ പറ്റി പറയുവാൻ ഭാഗ്യം ലഭിച്ചു എന്നതും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അല്പസമയം ഞങ്ങളെ രക്ഷിച്ച യേശു കർത്താവിന് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുമെന്ന് സത്യം വിളിച്ചറിയിക്കുന്നതിൽ ഞങ്ങൾ തൽപരരാണ്. ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ കാണുന്നു: ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. കറവൂർ ദേശനിവാസികളെ, ആ ബൈബിളിലെ വാക്യം നിങ്ങൾ ഒരു നിമിഷം ശ്രദ്ധിക്കണമേ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ സത്യ വെളിച്ചത്തെ പറ്റി നിങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങൾ അഭിമാനമുള്ളവരാണ്. ഞങ്ങളുടെ ഒപ്പം അനവധി കർത്തൃദാസന്മാർ, യുവ സഹോദരങ്ങൾ ഇന്നലകളിൽ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും സിനിമാശാലകൾ കയറി ഇറങ്ങിയും മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ ലോകത്തിൽ ലഭിക്കാവുന്ന സമാധാനത്തിനു വേണ്ടി, വെളിച്ചത്തിനു വേണ്ടി നെട്ടോട്ടമോടി അവിടെയെല്ലാം പരാജയപ്പെട്ടിട്ട് ഞാനിവിടെ ഉദ്ധരിച്ച സത്യവെളിച്ചമായ യേശുക്രിസ്തുവിലൂടെ യഥാർത്ഥ വെളിച്ചം പ്രാപിച്ച, ലക്ഷ്യബോധമുളവാക്കിയ, ലഭിച്ച വെളിച്ചത്തിന്റെ സാക്ഷികളായി തീരുവാനാണ് ഞങ്ങൾക്ക് ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്നതിൽ ഒത്തിരി അഭിമാനമുള്ളത്. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് കാൽവരി ക്രൂശിൽ, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് ക്രൂശ് മരണം വഹിക്കുമ്പോ നമ്മുടെ പാപത്തിന് വേണ്ടി, നമ്മുടെ ശാപത്തിന് വേണ്ടി, നമ്മുടെ ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ, നമ്മുടെ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിപ്പാൻ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ തന്റെ ജീവൻ തന്ന് നമ്മൾ വീണ്ടെടുക്കുമ്പോൾ യേശുവിന്റെ ആ സ്നേഹത്തിന്റെ ശബ്ദമാ: മകനെ, മകളെ, ഞാൻ നിനക്ക് ജീവൻ തന്നുവെന്ന് നമ്മുടെ പ്രിയ പാട്ടുകാർ ഇവിടെ പാടിയത്. പ്രിയരെ, നമ്മൾ ഏത് ജാതി മത അനുഭവത്തിലാണെങ്കിലും ഇന്ന് കേരളത്തിൽ ഇറങ്ങുന്ന പത്രമാധ്യമങ്ങൾ, മറ്റ് ശ്രവണ ദൃശ്യ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, മനുഷ്യൻ വിദ്യാഭ്യാസപരമായി വളരുന്നുണ്ട്, സാമ്പത്തിക ഉന്നതയിലാണ്, സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ വിസ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾ. പക്ഷെ മനുഷ്യൻ ഒരളവിൽ ഇരുട്ടിൽ തപ്പിത്തടയുകയാണ്. ഇരുട്ടിലാണ് മനുഷ്യൻ, ഇരുട്ടിലാണ്. പാപപ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട്, പാപചിന്തകളിലൂടെ പോകുന്നതുകൊണ്ട് പാപം മനുഷ്യനെ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ മറ്റൊരു ജാതി മത വ്യത്യാസം കൂടാതെ സകല മനുഷ്യനെയും പിശാച് പാപത്തിലൂടെ മനുഷ്യനെ ഇരുട്ടിലേക്ക് തള്ളി നീക്കുകയാണ്. പക്ഷെ ഇരുട്ടിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് സത്യ വെളിച്ചം നൽകാൻ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു ഭൂമിയിലേക്ക് അവതരിച്ചുവെന്നുള്ളത് സമസ്ത മേഖലകളും സകല ചരിത്രങ്ങളും ഒന്നിച്ചംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. മനുഷ്യൻ ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്നത് കണ്ടിട്ട് സ്വർഗത്തിലെ ദൈവേക സത്യതയും തന്റെ ഏകജാതന പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അത് ഞങ്ങൾക്കും അംഗീകരിപ്പാൻ കഴിഞ്ഞു, വിശ്വസിപ്പാൻ കഴിഞ്ഞു. ഈ സുവിശേഷ സത്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെയും നിങ്ങൾ ചിന്തിച്ചു കാണും, ഞാൻ എത്ര കർമ്മങ്ങൾ ചെയ്യുന്നു, ഒത്തിരി അധ്വാനിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്ന മത ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇന്നും എന്റെ വീട്ടിൽ സ്വസ്ഥതയില്ലല്ലോ,
സമാധാനമില്ലല്ലോ, അപ്പനും അമ്മയും മക്കളും ഒന്നിച്ച് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ. എന്താ കഴിയാത്തതിന്റെ കാര്യം? ശരിയായ സത്യവെളിച്ചമായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായിക്കൊണ്ട് ഏറ്റുപറഞ്ഞ്, യേശുവേ, അങ്ങാണ് യഥാർത്ഥ രക്ഷിതാവ്, ഏക സത്യതയോ അങ്ങ് മാത്രമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായിക്കൊണ്ട് ഏറ്റുപറയാൻ നമ്മൾ തയ്യാറായാൽ ആ സത്യവെളിച്ചം, യഥാർത്ഥ രക്ഷകൻ ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് ഞങ്ങൾക്ക് പ്രകാശം നൽകിയതുപോലെ നിങ്ങൾക്കും പ്രകാശം നൽകാൻ കഴിയും. ബൈബിളിലെ ഒരു ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. ബൈബിൾ പ്രവൃത്തിയുടെ പുസ്തകം എന്നൊരു പുസ്തകമുണ്ട്. പരിശുദ്ധാത്മാവിന് വലിയ പ്രവൃത്തി നടന്ന ആ പുസ്തകത്തിൽ 16-ാം അധ്യായം 30-31 വാക്യത്തിൽ ഒരു വലിയ മനുഷ്യൻ, കാരാഗ്രഹ പ്രമാണി, മാന്യമായ ജോലിയുള്ള സമൂഹത്തിൽ തന്റെ ചുറ്റുപാടിൽ കുടുംബത്തിൽ നല്ല നിലനിൽക്കുന്ന ആ മനുഷ്യൻ ഒരിക്കൽ തന്റെ ജീവിതത്തിൽ ഇരുട്ട് വ്യാപരിപ്പാനുള്ള കാര്യം, താൻ നന്നായിട്ടൊരു ജയിലറായിട്ട് നന്നായി ജോലി ചെയ്തു വരുന്ന ഒരു സമയം താന് ഉത്തരവാദിത്തമുള്ള ജയിലിലേക്ക് 2 സുവിശേഷകർ വന്നു. പൗലോസും ശീലാസും എന്ന പേരിൽ അറിയപ്പെടുന്ന 2 സുവിശേഷകർ. അവർ തെറ്റ് ചെയ്തിട്ടല്ല, അവർ പാപം ചെയ്തിട്ടില്ല, തിന്മകളോ ഏതെങ്കിലും കള്ളത്തരങ്ങളോ ചെയ്തിട്ടല്ല. യേശുക്രിസ്തുവിലൂടെ സത്യവെളിച്ചത്തിലൂടെ വെളിച്ചം പ്രാപിച്ചവർ വെളിച്ചപ്പാടുത്തി അല്ലെങ്കിൽ പിശാചിനെ അടിമയായി ഇരുളിൽ മറഞ്ഞുകൊണ്ടിരുന്ന ഒരു സഹോദരിയെ യേശുവിന്റെ സുവിശേഷത്തിലൂടെ സത്യവെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. സുബോധമുള്ളവളായി മാറി, ലക്ഷ്യബോധമുള്ളവളായി മാറി, ഏക സത്യ ദൈവത്തെ അറിയാൻ തുടങ്ങി, സത്യമെന്തെന്നറിയാൻ തുടങ്ങി. ആ സഹോദരി രക്ഷപ്പെട്ടു എന്ന കാരണത്താൽ, ആ സഹോദരി യേശുവിനെ അറിഞ്ഞുവെന്ന കാരണത്താൽ, സത്യ വെളിച്ചത്തിലേക്ക് വന്നെന്ന കാരണത്താൽ അതിന് മുഖാന്തരമായി പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ എതിരാളികൾ കൊണ്ടിട്ട് അടച്ചു. അവരെ ബന്ധിച്ചു, ധാരാളം അടിച്ചു, കാലുകൾ ആമത്തിലിട്ട് പൂട്ടി. പക്ഷേ ആ കാരാഗ്രഹത്തിനോ അതിന്റെ ഇരുളാളുകൾക്കോ പ്രയാസങ്ങൾക്കോ പ്രതികൂലങ്ങൾക്കോ യേശുവിന്റെ ദാസന്മാരാ അർത്ഥം യേശുക്രിസ്തുവിലൂടെ സത്യവെളിച്ചത്തിലൂടെ സുവിശേഷത്തിലൂടെ സത്യം അറിഞ്ഞ വെളിച്ചത്തിലേക്ക് വന്ന പൗലോസും ശീലാസും നിരാശപ്പെട്ടില്ല. അവർ തകർന്നു പോയില്ല. അവർ ആ രാത്രിയിൽ കാരാഗ്രഹത്തിൽ യേശു കർത്താവിന് ജീവനുള്ള സത്യദൈവത്തെ പാടി ആരാധിച്ചപ്പോൾ അവരുടെ ചങ്ങല അടിഞ്ഞുപോയി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി. അവരോടൊരുമിച്ച് ദീർഘനാളുകളായി കാരാഗ്രഹത്തിൽ കിടക്കുന്നവർ അവരുടെ കാരാഗ്രഹ ചങ്ങല അടിഞ്ഞു മാറി. അവരെല്ലാം രക്ഷപ്പെടുന്ന ഒരു തലത്തിലേക്ക്, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവർ പെട്ടെന്ന് സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു നിമിഷം അവർ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് മേൽനോട്ടം വഹിക്കുന്ന മേലധികാരികളുടെ ജോലി പോകുന്ന ഇടപാടാണ്. ഇവരെല്ലാം ദൈവദാസന്മാർ പൗലോസും ശീലാസും ആരാധിച്ചപ്പോൾ ഏക സത്യ ദൈവത്തിന്റെ ജീവനുള്ള സത്യദൈവത്തിന്റെ ശക്തി ആ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന് അവരെല്ലാം വിടുതൽ പ്രാപിക്കുന്നവർ, ചങ്ങലകൾ കൈകാലുകളിൽ നിന്ന് അഴിയപ്പെട്ടവർ സ്വതന്ത്രരായി. അവർ രക്ഷപ്പെടുന്നുവെന്നൊരു ചിന്ത വന്നപ്പോൾ അതിന്റെ പ്രമാണിയാനെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ കാരാഗ്രഹ പ്രമാണി അലറിക്കരഞ്ഞു, നിലവിളിച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത നിമിഷം അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. തന്റെ നിരുത്തരവാദപരമായ കാര്യമെന്ന് ചിന്തിച്ച് തന്നെ ഉറക്കം ഉണർന്നപ്പോൾ കാരാഗ്രഹത്തിൽ കിടക്കുന്നവർ രക്ഷപ്പെട്ടുവെന്ന ചിന്തയാ അദ്ദേഹം വാളൂരി. ആ വലിയ മനുഷ്യൻ, കാരാഗ്രഹ പ്രമാണി, നല്ല ഉന്നതനായ ആ മാന്യനായ മനുഷ്യന് പെട്ടെന്ന് ജീവിതം ഇരുളായി മാറി. തന്റെ ജോലി നഷ്ടപ്പെട്ടാൽ കുടുംബത്തിന് സന്ധാരണം നഷ്ടപ്പെടും. താനാകെ ജീവിതത്തിൽ ഇരുൾമയ അനുഭവത്തിലേക്ക് എത്തിയപ്പോ താന് ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചു. ആ ബൈബിൾ വാക്യം ഇങ്ങനെയാണ്: കാരാഗ്രഹ പ്രമാണി ആ വലിയ മനുഷ്യൻ വാളൂരി താൻ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുമ്പോ പൗലോസും ശീലാസും എന്ന ഞങ്ങളെ പോലെ സുവിശേഷ വേല ചെയ്യുന്ന പാസ്റ്റേഴ്സ്, സുവിശേഷകന്മാർ, ആ വലിയ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ വിളിച്ചു പറഞ്ഞു, അരുത്, നീ നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഉടനെ ആ വലിയ മനുഷ്യൻ ഈ ദൈവദാസന്മാരോട് ചോദിച്ചൊരു ചോദ്യം ലോകത്തിന്റെ ചോദ്യമാ, നിങ്ങളുടെ ചോദ്യമാ, കരൂർ ദേശനിവാസികളുടെ ചോദ്യമാ, എന്റെ നിങ്ങളുടെ ചോദ്യമാ. സഹോദരന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യേണ്ടത്?
മരണഭീതിയിൽ ഇരുട്ടി വ്യാപരിച്ച് തന്റെ എല്ലാ ജീവിത അനുഭവങ്ങളും അസ്തമിച്ചു ആത്മഹത്യ മാത്രമേ ഒരു വഴിയുള്ളെന്ന് ചിന്തിച്ച ഇരുൾ അടഞ്ഞ ആ മനുഷ്യൻ ഉടനെ ചോദിക്കുന്നത്, എനിക്ക് വെളിച്ചം വേണം, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു വേണം? ഇരുട്ട് മറയപ്പെടുന്ന ഇരുട്ടിൽ ഒതുക്കപ്പെടാൻ പോകുന്ന ആ മനുഷ്യൻ നിരാശ ഉണ്ടായി ആത്മഹത്യക്ക് വേണ്ടി ശ്രമം നടത്തുമ്പോ അവിടെ ഉണ്ടായിരുന്ന സുവിശേഷകർ വിളിച്ചു പറഞ്ഞ അതേ പദമാണ് ഈ കറവൂർ ജംഗ്ഷനിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. സഹോദര, ആത്മഹത്യ ചെയ്യരുതേ, ലഹരി വസ്തു ഉപയോഗിച്ച് ജീവിതം നഷ്ടമാക്കല്ലേ. അപ്പനെ അമ്മയെ അറിയാത്ത, നൊന്ത് പ്രസവിച്ച് അമ്മയെ തല്ലിക്കൊല്ലാൻ മടിക്കാത്ത, ജന്മം നൽകിയ അപ്പനെ കല്ലുകൊണ്ട് ഇടിച്ചു കൊല്ലുന്ന വാർത്തകൾ ഈ കേരളത്തിൽ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുമ്പോ ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമുള്ളൂ. മനുഷ്യൻ ചോദിച്ചു, ഞാൻ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? ദൈവദാസന്മാരായ സുവിശേഷകർ അവരവര് ആ മനുഷ്യൻ അലറിക്കരഞ്ഞുകൊണ്ട് വെളിച്ചത്തിന് വേണ്ടി വെമ്പൽ കൊണ്ട് ചോദിച്ച ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ജീവിതത്തിൽ എല്ലാം അസ്തമിച്ച് ആത്മഹത്യ മാത്രം മുന്നിൽ കണ്ട ആ വലിയ മനുഷ്യനോട് സുവിശേഷകർ പറഞ്ഞ സത്യം ഈ ജംഗ്ഷൻ ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയട്ടെ. നിങ്ങൾ ഏത് ജാതിയോ ഏത് മതമോ ഏത് അനുഭവമുള്ള വ്യക്തി ആയിക്കോട്ടെ, രക്ഷയ്ക്ക് മറ്റൊരു മാർഗമില്ല. യഥാർത്ഥ വെളിച്ചത്തിന് മറ്റൊരു വഴിയില്ല. യഥാർത്ഥ വഴി, യഥാർത്ഥ രക്ഷ, യഥാർത്ഥ സത്യവെളിച്ചം യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. മാതാവേ, മാതാക്കളെ, പിതാവേ, നിങ്ങൾ ഏത് മതത്തിലുള്ള വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾ യേശു സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് യഥാർത്ഥ വെളിച്ചം നൽകാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് യഥാർത്ഥ ഭാവി ഒരുക്കാൻ. നിങ്ങൾ ഏത് രോഗിയായാലും ഏത് തകർച്ചയുടെ വക്കീലായാലും നിങ്ങൾക്ക് വെളിച്ചം നൽകാൻ, നിങ്ങൾക്ക് സൗഖ്യം നൽകാൻ, നിങ്ങൾക്ക് ശാന്തി നൽകാൻ ലോകരക്ഷിതാവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. നിങ്ങൾക്ക് വേണ്ടി കൂടെയാണ് കാൽവരി ക്രൂശിൽ തന്റെ ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്തത്. മനുഷ്യന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ അവന് ജീവിതം ഇരുട്ടായി മാറും. പെട്ടെന്ന് രോഗം കണ്ടുപിടിക്കപ്പെട്ടാൽ അവൻ ഇരുട്ടായി മാറും. സാമ്പത്തിക തകർച്ച വന്നാൽ അവന് ജീവിതം ഇരുട്ടാകും. ഞാൻ ഈ അടുത്തിടയ്ക്ക് വന്നൊരു സംഭവം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഇവിടെ നിർത്താൻ പോകുകയാണ്. മാവേലിക്കര വളരെ സമ്പൽ സമൃദ്ധമായ ഒരു ദേശമാണ്. മാവേലിക്കര, കായംകുളം, കേരളം തന്നെ ദൈവത്തിന് നല്ല നാടല്ലേ. മാവേലിക്കര താലൂക്ക് ആശുപത്രിയിൽ സ്പെഷ്യൽ സർജനായി ENT സർജനായി വർക്ക് ചെയ്യുന്ന ഒരു മാന്യ വനിതാ ഡോക്ടർ, വളരെ ആ സഹോദരിയുടെ അല്ലെങ്കിൽ ആ ഡോക്ടറുടെ ഭർത്താവ് മാന്യമായ ഗവൺമെന്റ് ജോലി ചെയ്യുന്ന മാന്യനൊരു മനുഷ്യനാണ്. അവർക്ക് 2 കുഞ്ഞുങ്ങളെ ഈശ്വരന് കൊടുത്തു, ദൈവം കൊടുത്തു. അവരെ നന്നായി വളർത്തി. അതിലൊരു മകനെ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് കാനഡയിലേക്ക് അയച്ചു. കാനഡയിൽ വിക്ടോറിയ യൂണിവേഴ്സിറ്റിയിൽ ഈ മാന്യ വനിതയായിരിക്കുന്ന വനിതാ ഡോക്ടറുടെ മകൻ കാനഡയിൽ വിക്ടോറിയ യൂണിവേഴ്സിറ്റിയിൽ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവിടെ നിന്നൊരു വാർത്ത ആ കുടുംബത്തിന് കിട്ടി. ആ കുഞ്ഞ് മരിച്ചു പോയത്. എന്നാൽ മരണ വാർത്ത ആ മകന്റെ പപ്പ, ആ മാന്യനായ മനുഷ്യൻ തന്റെ ഭാര്യയോട് മറച്ചു വെച്ചു. തൽക്കാല രോഗിയാണ് എന്ന് മാത്രമേ അറിയിച്ചുള്ളൂ. ചെറിയ പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സ്വാന്തനപ്പെടുത്തി അടുത്ത ഒരു കുഞ്ഞിനെ വിളിക്കാൻ, എന്റെ അറിവ് ഓർമ്മ ശരിയാണെങ്കിൽ കുഞ്ഞിനെ വിളിക്കാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പോ ആ മാന്യ വനിതാ ഡോക്ടർ വീട്ടിൽ മോന്റെ രോഗമാണല്ലോ എന്നൊക്കെ അറിഞ്ഞ് അല്പം നിരാശയോടെ കഴിയുമ്പോൾ പെട്ടെന്ന് കാനഡയിലുള്ള എംബസിയിൽ നിന്ന് ഫോൺ വന്നു. അത് അറ്റൻഡ് ചെയ്തത് ഈ വനിതാ ഡോക്ടർ. ആ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ കേൾക്കുന്ന വാർത്ത, സ്വന്തം മകൻ അവിടെ വെച്ച് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു, മരണമടഞ്ഞു എന്നുള്ള വാർത്തയാണ്. ഇത് കേട്ട ഉടനെ ആ വനിതാ ഡോക്ടർ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. ഞാൻ ആ വാർത്ത വായിച്ചപ്പോൾ നല്ല സ്റ്റാൻഡേർഡുള്ള വിദ്യാഭ്യാസമുള്ള സാമ്പത്തിക കരുത്തുള്ള സമൂഹവുമായി നല്ല ബന്ധമുള്ള, ഒന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിരാശയോടെ പ്രയാസത്തോടെ വന്നാൽ അവരെ കൗൺസിൽ ചെയ്ത് നന്നായി കൊണ്ടൊരു കരുത്തുള്ള ആ വനിതാ ഡോക്ടർ തന്റെ മകൻ മരിച്ചുവെന്ന് പെട്ടെന്ന് വാർത്ത വന്നപ്പോ വീടിനകത്താരും അറിയാതെ ആത്മഹത്യ ചെയ്ത് തന്റെ ജീവിതത്തെ അവസാനിപ്പിച്ചു. എന്തുകൊണ്ടാണ്? ആ ഡോക്ടർക്ക് വിദ്യാഭ്യാസമില്ലാഞ്ഞാണോ?
സമ്പത്തില്ലാഞ്ഞാണോ? നല്ല കുഞ്ഞുങ്ങളില്ലാഞ്ഞാണോ? അല്ലല്ലല്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്റെ വീട്ടിലേക്ക് മോൻ മരിച്ചു പോകുന്നുള്ള വാർത്ത തന്റെ ജീവിതം മുഴുവൻ ഇരുട്ടാക്കി മാറ്റി. ഇനി ജീവിക്കുന്നത് എന്തിന്? മനുഷ്യന് പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. സകല മനുഷ്യനും പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. ഈ കുടുംബത്തിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ പ്രത്യാശയില്ലാത്തത് കൊണ്ടാണ് ആ വനിതാ ഡോക്ടർ ജീവിതം അവസാനിപ്പിച്ചത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല പ്രിയരെ. കൊച്ചു കേരളത്തിൽ ദൈവത്തിന് നാടെന്നറിയപ്പെടുന്ന കേരളത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനാൽ എത്രയെത്ര ആത്മഹത്യകൾ, എത്രയെത്ര ദുരന്തങ്ങൾ കുടുംബമായിരുന്നു വായിപ്പാൻ കഴിയാത്ത എത്ര മ്ലേച്ഛകരമായ നിമിഷ നേരത്തെ സുഖത്തിനു വേണ്ടി, ജഡത്തിന് സുഖത്തിനു വേണ്ടി പിറന്നു വീഴുന്ന പിഞ്ചോമനവുകളെ പോലും വെറുതെ വിടാതെ അവരുടെ ജീവിതത്തെ കശക്കി വലിച്ചെറിയുന്ന കിരാതന്മാർ ഇവിടെ കൂടി വരുന്നതിന് കാരണമെന്താ? വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടാണോ? കുടുംബശ്രേഷ്ഠത ഇല്ലാത്തത് കൊണ്ടാണോ? സമ്പത്തില്ലാത്തത് കൊണ്ടാണോ? അല്ലല്ലല്ല. യഥാർത്ഥ സത്യ വെളിച്ചമായ യേശു ക്രിസ്തുവിനെ മനുഷ്യനറിഞ്ഞവന്റെ പാപപടികളെ വിട്ട് ലഹരി വസ്തുക്കൾ ഉപേക്ഷിച്ച് ദൈവത്തിന്, സത്യദൈവത്തിന് ഇഷ്ടമല്ലാത്തതെല്ലാം ഉപേക്ഷിച്ച് ജീവിത വിശുദ്ധിയോടെ യേശു കർത്താവിലേക്ക് വരാത്തത് കൊണ്ട് മനുഷ്യൻ ഇവിടെ ഇരുട്ടിൽ തപ്പിത്തടയുന്നു. സ്നേഹിതരെ, മനുഷ്യൻ തിരക്കിട്ട ജീവിതാനുഭവത്തിൽ, വളരെ ബന്ധപ്പാടുള്ള ഈ ലോക ജീവിതത്തിൽ കേരളത്തിൽ നമ്മൾ എല്ലാവരും ഉന്നത നിലവാരത്തിൽ വളരെ തിരക്ക. സ്നേഹിത, എന്റെ പ്രിയ സഹോദരി, സഹോദര, അമ്മേ, മാതാവേ, പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെല്ലാം ഇതുപോലെ ഇരുട്ടായിരുന്നു. ക്രൈസ്തവ കുടുംബങ്ങൾ, ഹൈന്ദവ കുടുംബങ്ങൾ, മുസ്ലിം കുടുംബങ്ങളൊക്കെ ഞങ്ങളായിരുന്നു. ഞങ്ങളുടെ മതപ്രസംഗമല്ല, പക്ഷെ ഞങ്ങളുടെ മനസ്സിന് മാറ്റം വരുത്തിയത് ഞങ്ങളുടെ അമ്മ, ഞങ്ങളുടെ അപ്പന്, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിന് യഥാർത്ഥ സമാധാനം ഉണ്ടായത് യേശു ക്രിസ്തുവിലൂടെ മാത്രമായിരുന്നു. ഞങ്ങൾ രോഗികളായിരുന്നു, നിരാശ ഉള്ളവരായിരുന്നു, തകർന്നവരായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ കാണുന്ന അനുഭവിക്കുന്ന സമാധാനം, ഞങ്ങൾ അനുഭവിക്കുന്ന സൗഖ്യം ഇവിടെ വിളിച്ചറിയിക്കുന്നതിന് പ്രധാന കാര്യം മറ്റൊരു ജോലിയും ഇല്ലാതിട്ടല്ല. ഇവരെല്ലാം തിരക്കിട്ടവരും വിദ്യാസമ്പന്നരും ഉന്നതമായ തലങ്ങളിൽ ജീവിതം നയിക്കുന്നവരാ. പക്ഷെ യേശു ഞങ്ങളെ രക്ഷിച്ചു. സത്യ വെളിച്ചം ഞങ്ങൾക്ക് സമാധാനം നൽകി, ഞങ്ങളുടെ കുടുംബത്തിന് സ്വസ്ഥത നൽകി. യഥാർത്ഥ മനുഷ്യനാകാൻ ഈശ്വരൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. മാതാക്കളെ, പിതാക്കന്മാരെ, നിങ്ങൾ ഏത് മതത്തിലോ ഏത് കുടുംബത്തിലായിക്കോട്ടെ, നിങ്ങളായിരിക്കുന്നിടത്ത് യേശുവേ, ഞാനൊരു പാപിയാണ്, യേശുവേ, അങ്ങ് സത്യ വെളിച്ചമാണെന്ന് ഞങ്ങൾക്ക് ഒന്നുകൂടെ കേൾക്കാൻ ഇടയായി. എന്റെ മരണത്തിന് മുമ്പ് ഈ സുവിശേഷം കേട്ടു എന്റെ കുടുംബത്തിലേക്ക് അങ്ങ് വരണേ, എന്റെ ഹൃദയത്തിലേക്ക് വരണേ, എന്നെ അങ്ങയുടെ ദാസന് ദാസിയാക്കണേ, എന്റെ കുടുംബത്തിന് സമാധാനം വരണമേ, മദ്യപാനിയായ എന്റെ മകനെ രക്ഷിക്കണമേ, തകർന്ന നിങ്ങളുടെ കുടുംബങ്ങളെ സഹായിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥന ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചാൽ യേശു കർത്താവ് ലോകരക്ഷകൻ മതമോ നിറമോ വണ്ണമോ പൊണ്ണമോ നീളമോ പൊക്കമോ ഒന്നും നോക്കില്ല. തകർന്ന ഹൃദയത്തോടെ യേശുവേ, എന്നെ സഹായിക്കണമേ, എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാമോ? ലോകരക്ഷിതാവ് യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളെ ഹാർദവമായി ക്ഷണിച്ചുകൊണ്ട് ആ നിത്യ വെളിച്ചത്തിനു വേണ്ടി സമർപ്പിക്കൂ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.